ഉണ്ടാവില്ല. ജയറാമിന്റെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അഭിരാമി അതിൽ പറയുന്നു കേട്ടു, ഇത്ര രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വേണ്ടായിരുന്നു, ഇത് വലിയ ചർച്ചയ്ക്ക് പോയിരുന്നു എന്ന് അഭിരാമി ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മാറ്റി ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? കാലം മാറുന്നതോടുകൂടി നമ്മുടെ കാഴ്ചപ്പാട് മാറില്ലേ? അന്നത്തെ കാലമാണോ ഇന്ന്? സിനിമയാണ്, അത് അവിടെ നിൽക്കും എന്നും അല്ല. പക്ഷെ അന്നത്തെ സിനിമ കാണിച്ചത് അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതിയാണ് അന്നത്തെ സിനിമകൾ കാണിച്ചിരുന്നത്. അത് ആ ഒരു സിനിമ മാത്രമല്ല, അന്നത്തെ കാലത്ത് വന്ന പല സിനിമകളിലും അങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്താഗതി മാറി, കുറെ കൂടെ നമ്മൾ അവെയറായി, കുറെ കൂടെ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ചർച്ച ചെയ്യുമ്പോഴല്ലേ നമുക്ക് നമ്മൾ പണ്ട് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ഇപ്പൊ ബോധം വരുമ്പോഴത്തേക്കും അല്ലല്ല ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നതാണോ ശരി? അല്ല, അത് ചെയ്തത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നതാണോ ശരി? അത് നമ്മൾ ആർജവത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് ശരി. അതെ, അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിൽ കുറിച്ച് അതോടുകൂടി സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഉണ്ടാകും. അങ്ങനെ എന്ത് പറഞ്ഞാലും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന കാലമാണിത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്റെ ശരികൾ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പിന്നീട് അത് തെറ്റാന്ന് തോന്നിയിട്ടില്ലോ അല്ലെ? അങ്ങനെ പറഞ്ഞതോ? ഇല്ല, ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഒരു വ്യക്തിയോടുള്ള ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന വ്യക്തി ഇത് ചെയ്ത് തെറ്റ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. അന്നത്തെ കാലഘട്ടത്തിലുള്ള ചിന്താഗതി ഇന്ന് ഇല്ലാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ, പല സിനിമ ബോഡി ഷെയിം വരുന്ന സിനിമകളുണ്ട്, ഡയലോഗുകളൊക്കെ ഭയങ്കര പ്രശ്നമാവുന്നു ആ സിനിമകൾ. അത്തരം സിനിമകളെ കുറിച്ച് എന്താണ് അഭിരാമിയുടെ അഭിപ്രായം? എന്തായിരിക്കും അഭിപ്രായം? പറയുന്ന ആളാണ്, എന്തായിരിക്കും നമുക്കൊരു തൃപ്തിയാവുമല്ലോ. എന്നെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ വരണം കമന്റ്. അല്ല, ഇതൊരു സീരിയസ് മാത്രമാണ്. അതെ, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമുക്ക് പറയാം. നമ്മളൊരു കഥാപാത്രമാണ് സിനിമയ്ക്ക്. നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് രീതി വരെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ഡ്രസ്സിംഗ് രീതി അവർ പറയാണ്, അതിടാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അല്ല അല്ല അല്ല, നമ്മുടെ കംഫർട്ട് ലെവലിന് കവിഞ്ഞുള്ള ഒരു ബാധ്യതയൊന്നും ആർക്കും ഇല്ല. അത് പ്രശ്നമാകുന്ന എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്ന സമയത്താണ് പ്രശ്നമാകുന്നത്. ഇതില്ലാതെ നമുക്ക് വേറെ ഗതിയില്ല, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൂട്ടിലടക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ഓരോരുത്തർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ളിൽ അത് കഴിഞ്ഞ് അതിന്റെ പുറത്തോട്ട് പ്രവർത്തിച്ചാലേ ഇവിടെ ഒരു ഗതിപ്പെടുള്ളൂ എന്നുള്ളൊരു സന്ദർഭം, ഒരു സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ബോഡി ഷെയിം, ഡബിൾ മീനിങ് ഉള്ള സിനിമകൾ വരുമ്പോൾ അഭിരാമി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അത്തരം സിനിമകൾ കാണുമ്പോൾ ഇത് വേണ്ടായിരുന്നു, ഇത് അവരെന്തിനു ചെയ്തു എന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ചിന്തിച്ചിട്ടുണ്ട്. ആരും ഇച്ചിരി കോമൺ സെൻസ് ഉള്ള എല്ലാരും ചിന്തിച്ചു പോകും. അപ്പൊ അതേ കുറിച്ച് എന്താണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ? അവരെഴുതി അത് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്ത് സിനിമയായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഡയലോഗ് തരുന്നതിൽ എനിക്ക് എന്തെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെന്റിമെന്റ് ഹേർട്ട് ചെയ്യുന്ന എനിക്ക് അപ്പോൾ എന്റെ ചുരുങ്ങിയ അറിവിൽ എനിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പറയും. എനിക്കിപ്പോ അതിന്റെ ഒരു കുറെ വർഷമായിട്ട് ഇതിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ റെസ്പെക്ട് എനിക്ക് തരുന്നുമുണ്ട്. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കും ഉണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പല സിനിമകളിലും ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇല്ല, അതിപ്പോ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഈ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഥ മുഴുവൻ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ശരി, നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അത് നമ്മളിപ്പോ കാണിക്കുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുവാണോ അല്ലെങ്കിൽ ഞാനൊരു വില്ലത്തി ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അതില് ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എല്ലാം ശരിയാവണമെന്നില്ല. ഒരു ലെൻസ് കൂടി നോക്കുവാണെങ്കിൽ അത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും. പക്ഷെ ആ ഒരു വില്ലത്തി ആയിട്ട് കാണുവാണെങ്കിൽ നോ പ്രോബ്ലം. ഇത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. ആ ഒരു വില്ലത്തിയുടെ സ്വഭാവം കാണിച്ച് ക്ലാപ്സ് വാങ്ങിക്കാൻ വേണ്ടി സീൻ എഴുതുവാണെങ്കിൽ അതിലാണ് പ്രശ്നം. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ സിനിമയിലും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഭിനയിച്ച ചുരുങ്ങിയ സിനിമകൾ അഭിനയിച്ചുള്ളൂ. അപ്പൊ സിനിമ ഏതാന്ന് നീ പ്രേക്ഷകർ കണ്ടെത്തിക്കണം. അത്രയല്ലേ ഉള്ളൂ. 7 സിനിമയല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, കണ്ടെത്താൻ പറ്റും. നമ്മളായിട്ട് പേര് പറയുന്നില്ല എന്നുള്ളൂ. എന്തിനാ? അവര് കണ്ടെത്തിക്കോളും, ഞാനും അത് കണ്ടെത്തിക്കോളാം.
ഇനി അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ പറയാം, ഈ സിനിമയിൽ ഈ സീൻ എന്തിനു ചെയ്തു എന്നായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് പറഞ്ഞു തന്നെ ഇത് ഇപ്പോൾ നമ്മൾ ചിലപ്പം ചാനലുകളിൽ അന്തിച്ചർച്ചയ്ക്ക് വരെ ഈ സിനിമകൾ വരുന്നുണ്ട്. അതെ, ചില സിനിമകൾ അന്തിച്ചർച്ചയ്ക്ക് വരെ എടുക്കേണ്ട നിലയിലേക്ക് വന്നു, അത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. അഭിരാമി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം, ഞാൻ പഴയ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അഭിരാമി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബോഡി ഷേമിനെ കുറിച്ച് കൃത്യമായിട്ട് ജാതിയുടെ വർണ്ണത്തിന്റെയോ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞ ഒരാളാണ്. അത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായി, പിന്നെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തി. പിന്നെ ഇപ്പൊ മേ ബി ഇന്ത്യൻ സ്പെക്ട്രം, കളർ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫെയർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നാം. പക്ഷെ ഞാൻ 17 വർഷക്കാലം ഞാൻ അമേരിക്കയിലാണ് ജീവിച്ചത്. അവിടെ നോക്കുമ്പോഴത്തേക്കും ഐ എം എ ഡാർക്ക് സ്കിൻ പേഴ്സൺ. അതിന്റെ ബേസിസിൽ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് കൂടുതലും അനുഭവങ്ങൾ ഉണ്ടായത്. ഇവിടെ കളർ ബേസിസിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ബട്ട് അല്ലാത്ത രീതിയിലും കുറെ വേണ്ടാത്ത രീതിയിലുള്ള സെഗ്രിഗേറ്ററി ടെൻഡൻസീസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട്. ഈ അവിടെ വെച്ചുള്ള അനുഭവം വളരെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടല്ലോ? അങ്ങനൊന്നുമില്ല, ഇല്ല. അത്രയ്ക്കൊന്നും പോരാടിയോ അതിനെതിരെ? എനിക്ക് അങ്ങനെ എന്താ പറയുന്നേ, പോരാടാൻ മാത്രമുള്ളൊരു അവസരം അല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി വൺ സോർട്ട് ഓഫ് ഒരു ഇന്ററാക്ഷനിലാണ് നടന്നത്, ഒരു സമൂഹത്തിന്റെ തലത്തിലല്ല നടന്നത്. ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ആ വ്യക്തിയുടെ ഇന്ന് ഞാൻ പിന്നെ മാറി നിന്നു. ഐ ഡിഡ്ന്റ് ഇന്ററാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ബിക്കോസ് അവരുടെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അവരുടെ നിന്ന് മാറി, അവരുടെ ടൈസ് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ സിനിമയിലും അത്തരം അനുഭവം ഉണ്ടാകുന്ന വെച്ചാൽ അത് ഏതിന്റെ പേരിലാണ് അനുഭവിക്കേണ്ടി വന്നത്? നമ്മള് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. അപ്പം അവിടെ ഉണ്ടായത് അമേരിക്കൻ ഉണ്ടായ നിറത്തിന്റെ പേരിലാണ്. ഇവിടെയും അത്തരം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് നിറത്തിന്റെ പേരിലല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ജാതിയുടെ അങ്ങനെ പേരില എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലല്ല ആക്ച്വലി എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പേഴ്സണൽ ലൈഫിലാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് സിനിമ ജസ്റ്റ് ഒരു ഭാഗമാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ എനിക്ക് വളരെയധികം സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതെ അതെ. ഇപ്പോഴും ആ രീതി ഇവിടെ തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അഭിരാമിയെ സമ്മതിക്കുമോ? എവിടെ തുടരുന്നുണ്ട്? ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മറ്റ് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു ഞാൻ പറഞ്ഞാൽ അത് അഭിരാമി ഖണ്ഡിക്കുകയോ? അതോ അറിയില്ല. ഉണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ടാലന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. അതിൽ വേറെ പാരാമീറ്റേഴ്സ് വരുവാണെങ്കിൽ അത് വെരി അൺഫോർച്ചുനേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പോരാടുന്ന ഒരു സ്ത്രീയാണ് അല്ലെ, സമൂഹത്തിന് വേണ്ടി, നല്ലതിന് വേണ്ടി പോരാടാൻ ചങ്കൂറ്റമുള്ള ഒരു അഭിരാമി എനിക്ക് അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. അഭിരാമിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നി? ഇല്ല. എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിനുള്ള സമയമില്ല എനിക്ക്. അതിനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണോ? സമയമില്ല എനിക്ക് അതിന്റെ സമയമില്ല. എനിക്ക് അതിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അതിനുള്ള താല്പര്യമില്ല. തെലുങ്കിലാണെങ്കിലും തമിഴ്നാട്ടിലാണ് അഭിനയിക്കുമ്പോൾ അഭിരാമിയുടെ ഒരു പ്രവൃത്തി രീതിയെ കാണുമ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. തമിഴ്നാട്ടിലാണോ സമീപിച്ചത്, തെലുങ്കിലാണോ സമീപിച്ചത്? ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി പോകും, ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം കറക്റ്റ് അതിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലെ? അതെങ്ങനെ കണ്ടെത്തി? ഞാൻ കണ്ടെത്തിയതല്ല, എത്തിയല്ലോ അല്ലേ? എത്തി. അപ്പം അത് വേണ്ട എന്ന് തീരുമാനിക്കുകയതല്ലേ? ഇനിയും അത് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണോ? ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുമോ? അതെ, ഉറപ്പിച്ച് പറയാം അല്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത് വേറെ കാര്യം സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിരാമിക്ക് അതിനൊരു ടാലന്റ് ഉണ്ട് എന്ന് എനിക്ക് ശരിക്കും ബോധ്യമുള്ള ഒരു വ്യക്തി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മാഷേ. എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് മാത്രം മതി. എനിക്ക് വേറെ രാഷ്ട്രീയം ഒന്നും വേണ്ട. എന്നാലും സമീപിച്ചിരുന്നു. അടുത്ത ടൈറ്റിൽ കിട്ടിയല്ലേ? അതാര് ചോദ്യചിഹ്നം കൊടുക്കാം. അതെ, സമീപിച്ചു. അത് എന്റെ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ കൂടെ ഈ സിനിമയിലേക്ക് എത്തിയല്ലോ. സുരേഷ് ചേട്ടനാണെന്ന് അറിയുന്നത് അല്ലെ, നായകൻ സുരേഷ് ചേട്ടനാണ്. സുരേഷിന്റെ കൂടെ വരുവാണ്, വളരെ സന്തോഷമായിരിക്കും ഉണ്ടായത്. സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു? ഇല്ല, സുരേഷ് ചേട്ടന്റെ പുതിയ നമ്പർ എന്റെ ഇല്ല.
ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ നമ്പർ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അരിന്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചായിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 2-3 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് ഞാൻ കാണുമെന്നുള്ള എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സെറ്റിൽ വെച്ച് കാണാമെന്നുള്ളത്. വന്നു കഴിഞ്ഞൊരു കാഴ്ച ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ ഒന്ന് അഭിനയിക്കുന്ന മുമ്പ് സുരേഷ് ചേട്ടനെ കാണുന്ന ആ പഴയ സുരേഷ് ചേട്ടനെ കാണുമല്ലോ, എന്തായിരുന്നു ആ ഒരു മനസ്സിലുണ്ടായ ഒരു ഫീല്? അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും എനിക്ക് എന്താ പറയണേ, ഇതിപ്പോ നിങ്ങള് ഒരു സ്ക്രിപ്റ്റിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് ഇവിടെ, അവിടെ ഒരു വയലിൻ സോളോ ഇവിടെ, അങ്ങനെയൊന്നും ഇല്ല മാഷെ. ഈസ് എ വെരി നൈസ് പേഴ്സൺ. ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. എൻ്റെ 16-ാമത്തെ എങ്ങാണ്ടോ വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് ഓൾവേസ് ബിൻ ലൈക്ക് ഒരു ഫാമിലി ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരൻ. ആ ഒരു രീതിയിലാണ് എപ്പോഴും എൻ്റെ അടുത്ത് ഇടപഴകിയിട്ടുള്ളത്. സോ ഐ വാസ് വെരി ഹാപ്പി. രാഷ്ട്രീയത്തിലാണല്ലോ സുരേഷ് സജീവമായിട്ട് രാഷ്ട്രീയമാണ്, അതൊക്കെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ. സുരേഷ് എന്ത് പറഞ്ഞാലും വാർത്തയാണ്. സുരേഷ് ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ തന്നെ അതിനെതിരെ ഇടുന്ന കമന്റുകൾ വളരെ. ഇന്ന് എന്നോട് പറഞ്ഞു, നീ എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നീ കുറച്ച് താമസിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊരു സമ്മതം തന്നാണ്. അപ്പൊ സമയം പോയാണ്. സുരേഷൻ ഞാനായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ചു എന്ന് പറയാൻ. ഈ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന ബൈറ്റുകൾ കാണാറുണ്ട്, സുരേഷിന്റെ ബൈറ്റുകൾ. അതൊക്കെ കാണുമ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, അവരവരുടെ ഒപ്പീനിയൻസ് അവരവർക്ക്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. സുരേഷ് ചേട്ടന് ശരിയെന്ന് തോന്നുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യും, പറയും. That is not none of my business. ആ യാത്രയിൽ സുരേഷ് ചേട്ടൻ യാത്ര ചെയ്തോട്ടെ, അത് പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് സുരേഷ് ചേട്ടൻ നമ്മുടെ ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതിലാണ് നമ്മൾ സുരേഷ് ചേട്ടൻ ഉൾക്കൊണ്ടത്. അത് ആരാണേലും അവരവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആവട്ടെ, റിലീജിയസ് ഐഡിയോളജി ആവട്ടെ, അതൊക്കെ അവരവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക, അതൊന്നും ദാറ്റ് ഈസ് നോട്ട് എനി ഓഫ് മൈ ബിസിനസ്. അത് ഞാൻ അങ്ങനെ മലയാളത്തിന്റെ ഇരട്ടി ശമ്പളമായിരിക്കും തമിഴ്നാട്ടിൽ കിട്ടുക. പിന്നെ ശമ്പളത്തിലോട്ട് എത്തിയ അതിന്റെ കൂടുതലാണ് തെലുങ്കിൽ കിട്ടുക. പക്ഷെ അവിടെ കൊടുക്കുന്ന ഡേറ്റുകൾ വളരെ കൂടുതലാണ്. തെലുങ്കിലൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ നാളുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തിരി ഡേറ്റുകൾ വേണ്ടിവരും. ശമ്പളത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അന്യഭാഷയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് അന്യഭാഷയിൽ അഭിനയിക്കാനാണ് താല്പര്യം. ശമ്പളം ബേസിൽ അഭിനയിക്കാൻ താല്പര്യമാണ് അല്ലെ. ഇരട്ടി ശമ്പളം കിട്ടുന്നു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണെന്ന് പറയുന്നു അല്ലെ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, തെലുങ്കിൽ പോയ റെസ്പെക്ട് വേറെയാണ്. ഈ തമിഴ്നാട്ടിൽ ആ ശമ്പളത്തിലാണോ വാല്യൂ ഉള്ളത്, തെലുങ്കിലെ ശമ്പളത്തിനാണ് വാല്യൂ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ റെസ്പെക്ട് ഉണ്ടല്ലോ, ഈ രണ്ട് ഇൻഡസ്ട്രിയിലും മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, ഇരട്ടിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇരട്ടി ആണ് തരുന്നത് അല്ലെ. മലയാളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഇവർക്ക് കാര്യം അറിയാം എന്നുള്ളതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു അസംഷൻ ഉണ്ട്. നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ മഹത്വം അതാണ്. നമുക്ക് മലയാളി ഇൻഡസ്ട്രി, മലയാളി ഇൻഡസ്ട്രി, മലയാളി ആക്ട്രസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിന്റെ വില ഒരു തനി വിലയാണ്. അത് വലിയൊരു ഭാഗ്യമാണല്ലേ. നമ്മൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നിട്ട് ചെന്നൈയിലെത്തി, കർണാടകയിലൊക്കെ എത്തി അഭിനയിക്കുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള റെസ്പെക്ട് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിനപ്പുറം ഒരേ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും അതെ. നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ അതുകൊണ്ട് തന്നെയാണോ തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സിനിമയാണ്, തെലുങ്കിലെ സിനിമയാണ് അവിടുന്ന് എല്ലാവരും ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ആർട്ടിസ്റ്റുകൾ മൊത്തം വരുന്നു. എന്നാലും മലയാളത്തിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് അവിടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും അത്ര ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതെ, ആ ഒരു ക്രോസ് ഓവർ അങ്ങോട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു അല്ലു അർജുന്റെ സിനിമ ഇറങ്ങുവാണെങ്കിൽ അല്ലു അർജുന് കേരളയിലുള്ള ഫാൻ ബേസ് തെലുങ്കിനെ കടത്തി വെട്ടുന്ന ലെവലിലുള്ള ഫാൻ ബേസ് ആണ്. അതെ, അത്തരം ഒരു ഇത് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ ശമ്പളത്തിന്റെ കാര്യം ഒന്നും കൂടി ചോദിച്ചു, അവിടെയാണ് ശമ്പളം കൂടുതൽ കിട്ടുന്നത്, തെലുങ്കിലാണോ തമിഴിലാണോ? തെലുങ്കിലാണ് കൂടുതൽ. തെലുങ്ക് തമിഴ് എല്ലാം നല്ലപോലെ ശമ്പളം തരുന്ന ഇൻഡസ്ട്രീസ് തന്നെയാണ്. അവിടെ ഈ ശമ്പളത്തിന്റെ കാര്യം പ്രശ്നങ്ങളൊന്നും ആളുകൾ ഉണ്ടാക്കാറില്ല. അവിടെ കൂടുതൽ ശമ്പളം മേടിക്കാൻ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും അവിടെയാണ് മെമ്പർഷിപ്പ്, ഇവിടെ അമ്മയിലാണ് മെമ്പർഷിപ്പ്. ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, തമിഴിലും മെമ്പർഷിപ്പ്. ഇവിടെ വാർഷിക യോഗത്തിനൊക്കെ വരാറുണ്ടോ? US-ലായിരുന്നപ്പോ വരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം നാട്ടിലുള്ളത് കൊണ്ട് ഈ തവണ കൂടാൻ പറ്റും. അടുത്ത മാസം 25-ാം തീയതി. അതെ, ഞാൻ മാക്സിമം ഞാൻ ഇവിടെ ട്രൈ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊന്നും വന്നില്ല? ഇല്ല, ഞാൻ എത്ര നാളെ അമ്മയില് വന്നിട്ട്? കുറെ അധികം കാലമായി. ഇത്തവണ എന്തായാലും ഇവിടെയാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അടുത്ത മാസം 25-ാം തീയതിയാണ് ജൂലൈ വരെ സിനിമ പോകുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെ കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേരെ കാണാൻ കഴിയുമല്ലോ, പഴയ ആളുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പഴയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പുതുക്കുന്നത്? ഫോൺ വിളിക്കാറുണ്ടോ? അങ്ങനെ ബന്ധങ്ങൾ പുതുക്കാറുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അത് കാരണം ഒരുപാട് പേരെ മിസ്സായിപ്പോയി. ഇപ്പം കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കുവാണെങ്കിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ച സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച്
കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുമായിട്ട് ഇൻ ടച്ചിൽ ഇരിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു അങ്ങനത്തെ ഒരു പ്രവണത ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല എന്ന് വേണേൽ പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു സൗഹൃദങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ സ്വയം ഉണ്ടാക്കാതിരുന്ന അത് ഇല്ലാതെയായി പോയതാണോ? ഇന്നത്തെ കാലഘട്ടം മൊബൈലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. എനിക്ക് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ അതൊന്നും ഇല്ല, സോഷ്യൽ മീഡിയ എല്ലാം മൊബൈലല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പം ആക്ച്വലി ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ പിയേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ദിവ്യാവുണ്ണിയായിട്ട് ഞാൻ സ്റ്റിൽ ഫ്രണ്ട്സ് വിത്ത് ഹർ. ഞാൻ സംസാരിക്കാറുണ്ട്, ഗൗരി ആയിട്ട് സംസാരിക്കാറുണ്ട്. ഇവരൊക്കെയായിരുന്നു എൻ്റെ പിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഐ എം ഗുഡ് ഫ്രണ്ട്സ് വിത്ത് പത്മപ്രിയ, റിമ, പാർവതി. കുറെ അധികം ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ എന്നും മീറ്റ് ചെയ്യുന്നുണ്ടോ, എന്നും ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവരുടെ ഒരു വേവ് ലെങ്ത് എനിക്ക് സിങ്ക് ആവുന്നതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു തിങ്ക് ഓഫ് ദം ആസ് എ ഫ്രണ്ട്. ആ രീതിക്കാണ്. ഈ WCC എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ WCCയുടെ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതിന്റെ വലിയ പ്രവർത്തനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. WCC സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമൂർത്തി ഒരു സംഘടന വന്നു. അമ്മയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ WCC സംഘടനയെ കുറിച്ച് എന്തായിരുന്നു കാഴ്ചപ്പാടെന്ന് അവർ രൂപീകരിച്ചപ്പോൾ? അഭിരാമി അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അതിന്റെ ഭാഗമല്ല. ബട്ട് അവരുന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമായ കാര്യങ്ങളാണ്. സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ്. ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ബാത്റൂമിൽ പോകാനെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. അതെ, അത് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഇപ്പൊ കേരളത്തിലാണോ യൂണിയന് പഞ്ഞം? കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും അതിനു വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു പറ്റം ആൾക്കാർ കൂടുന്നതും അത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഇത്രയും താമസിച്ചത് എന്തുകൊണ്ട് പറ്റിയെന്നാണ് എനിക്ക് അതിശയം. ഐ വിഷ് ദേ ഗെറ്റ് മോർ പവർ. അത് കറക്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വോയിസ് ഉയർത്തുകയും അത് നേടിയെടുക്കാനും സാധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ. പിന്നെ എന്തുകൊണ്ട് WCC അംഗമാകണമെന്ന് തോന്നാതിരുന്നത്? ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് WCC. അതെ, അംഗമാകുകയാണ്. I believe in their ideology, so why not? അപ്പൊ അമ്മയിലും രണ്ടും ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒരു കൂറ് അങ്ങനെ ഒന്നും ഇല്ല. ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്തിട്ടേ മറ്റൊരിടത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല. രേവതിയൊക്കെ അവിടെ ആയിരുന്നപ്പോൾ അമ്മയിലെ മെമ്പർ ആയിരുന്നു, പത്മപ്രിയ അമ്മയിലെ മെമ്പർ ആയിരുന്നു. പിന്നീടാണ് പത്മപ്രിയ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല. ഞാൻ ആ ഇഷ്യൂ ഒക്കെ ഒത്തിരി കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. രേവതിയും പത്മപ്രിയ ഒക്കെ ആ മീറ്റിംഗിൽ വരികയും അമ്മയുടെ മെമ്പർ ആയിരുന്നു അവര്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും WCC ഉള്ളപ്പോഴും ഒരു അമ്മയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ WCC ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അപ്പം ഇനി WCC മെമ്പർ ആകുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവാ. അടുത്ത ടൈറ്റിൽ കിട്ടി. എന്തോരം ടൈറ്റിൽസാ മാഷേ. ഇങ്ങനെ അല്ല, നമ്മൾ ഇരിക്കുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരാളോട് സംസാരിക്കാൻ തോന്നുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ബോറായി ചിലപ്പോൾ ഒഴിവായി പോകാം. ആ ചോദ്യം വേണ്ട എന്ന് പറയാം. നമ്മൾ ഒന്നും ചോദിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല. അത് കുഴപ്പമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നതുകൊണ്ടാണല്ലോ പറയാൻ പറ്റുന്നത്. ഞാൻ WCCയിലേക്ക് വന്ന് പത്മപ്രിയ എല്ലാം കമ്പനിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് WCC. അപ്പൊ നമുക്ക് നമ്മൾ പറയുന്ന മറുപടി എന്നാണ് എനിക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. ചോദ്യം തയ്യാറാക്കി വന്നത് അടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു എന്ന് പറയൂ. അല്ല, ഈ WCCയുടെ കാര്യം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞത് ഒരു പോരാടി തന്നെ മേടിച്ചാണ്. ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞവരാണ്. ഡിസിപ്ലിൻ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഹൈക്കോടതി ഇടപെടുന്നു. ഓരോ സെറ്റിലും കമ്മിറ്റി വേണമെന്ന് പറയുന്നു. എന്നാൽ എല്ലാ കമ്മിറ്റി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും ഇപ്പം സംശയമുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പടയൊരുക്കങ്ങൾ നടത്തിയ WCC ആണ്. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ പുറത്ത് വരണമെന്നാണോ അഭിരാമിക്ക്? അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. വേണ്ട എന്ന് പറയുന്ന ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും. വേണ്ട, അത് വരുമോ തീരുമാനം എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വരുമോ വരാതിരിക്കോ ചെയ്യട്ടെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം തരാൻ താല്പര്യമില്ല. അത് പിന്നീടാകാം അല്ലെ? പിന്നീടാകാം. അത് ഞാൻ വിട്ടു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞാൽ വേണ്ടെന്ന്. ഇനിയിപ്പോ ഞാനത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി അത് എല്ലാം അങ്ങനെ പറയുന്ന എനിക്ക് സമയം. ഞാനും വടി കൊടുത്ത് അടി മേടിച്ചു. ഇപ്പൊ വേണ്ട എന്ന് പറയാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. വടി കൊടുത്ത് അടി ഞാനും കൂടി മേടിച്ചു. കൃത്യമാണ്. അപ്പൊ ബാലൻസ് ചെയ്തപ്പോ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പാലം കിടക്കുവോളം വേണ്ട, നമുക്കത് വിടാം. WCC നമ്മൾ കഴിഞ്ഞോട്ടോ. ഇനി എന്തായാലും ഈ തവണ താരസംഘടന മീറ്റിംഗിന് വരുന്നുണ്ട്. പഴയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ട് നമുക്ക് പുതുക്കാൻ ഫോൺ നമ്പറുകൾ വാങ്ങാനും കഴിയുന്ന ഒരു ബന്ധമാവും. കോവിഡ് സമയത്ത് ഒത്തിരി സിനിമകൾ കണ്ടു കാണുമെന്നാണ് ഞാൻ
ആക്ച്വലി ഇല്ല. കോവിഡ് സമയത്ത് ഞാൻ വളരെ ബിസി ആയിരുന്നു. ബിക്കോസ് കോവിഡ് വാക്സിനേഷൻ ഒക്കെ വരുന്നതിന്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അമേരിക്കൻ ജീവിതം മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് സ്ഥലം മാറുന്നത്. അപ്പം ഒരു 10-17 വർഷം താമസിച്ച ഒരു കൺട്രിയിൽ നിന്ന് എല്ലാ ടൈസും വിട്ട് അവിടുത്തെ വീട് വിറ്റ് കാറ് വിറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെയായിരുന്നു എന്റെ പ്രൈമറി ഫോക്കസ്. സോ അപ്പോൾ ആക്ച്വലി സിനിമ കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടും പിന്നെ സെറ്റിൽ ആവുന്നത് പുതിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇവിടത്തെ ലൈഫ് സ്റ്റൈലിനോട് ഒരു അക്ലമറ്റൈസേഷന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതെല്ലാം ആയിരുന്നു എന്റെ ഫോക്കസ്. അല്ലാതെ സിനിമ കാണാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അമേരിക്ക വെച്ച് സിനിമകളൊക്കെ കാണുമായിരുന്നു. പറ്റുന്നതൊക്കെ കാണുമായിരുന്നു. OTT-ലൊക്കെ വരുന്നതൊക്കെ കാണുമായിരുന്നു. തിയേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് അത്രയും ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റേഴ്സിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ OTT-ൽ വരുന്നതും അല്ലാതെ യൂട്യൂബിൽ വരുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു.